ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്ക വരട്ടുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ രീതിയിൽ ചക്ക എങ്ങനെ എളുപ്പത്തിൽ വരട്ടിയെടുക്കാമെന്ന് നോക്കാം. ഇന്ന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്ത വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വരിക്ക ചക്ക എങ്ങനെയാണ് വരട്ടിയെടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ വരിക്ക ചക്ക എങ്ങനെ വരട്ടിയെടുക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ രീതിയിൽ ചക്ക എങ്ങനെ വരട്ടിയെടുക്കാമെന്ന് നോക്കാം. ഈ ചക്ക വരട്ടാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ പഴുത്ത നല്ല മധുരമുള്ള വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ രീതിയിൽ ഈ വരിക്ക ചക്ക കൊണ്ട് എങ്ങനെയാണ് ചക്ക വരട്ടുന്നത്. വരട്ടാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാത്രം വരിക്ക ചക്കയുടെ ചുളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീനാക്കി എടുത്ത ചക്ക ചുളയാണ് എടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ചക്ക വരട്ടുന്നത്. ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ പഴുത്ത ചക്കച്ചുള നല്ലതുപോലെ മിക്സിയിൽ വെച്ചൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ കുരു കളഞ്ഞു വെച്ചിട്ടുള്ള പഴുത്ത ചക്കച്ചുള ഇട്ട് കൊടുക്കാം. എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്ത് നല്ല മധുരമുള്ള വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ വെച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. ഇനി നമുക്ക് ബാക്കി ചക്കയും കൂടി ഇതുപോലെ അരച്ചെടുക്കാം. ചക്കയെല്ലാം ഇതുപോലെ മിക്സിയിൽ വെച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഈ ചക്ക അരച്ചെടുക്കാനുള്ളത്. ഈ അരച്ച ചക്ക നമുക്ക് ഈ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് ഈ അരച്ച ചക്ക വേവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചക്ക വരട്ടുമ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ ചക്ക അരിയിൽ പിടിക്കാതെ വേണം നമ്മൾ ഈ ചക്ക വരട്ടിയെടുക്കാനുള്ളത്. നമുക്കിതുപോലെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി ഈ ചക്ക നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്തിട്ട് പഴുത്ത ചക്കയായത് ഈ ചക്ക ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും. ചക്കയൊക്കെ നല്ലതുപോലെ ചൂടായി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ ചക്ക നല്ലതുപോലെ വെന്ത് കിട്ടും. അതുപോലെ ചക്ക അടി പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചക്കയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരണം. ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഈ ചക്ക വെന്ത് വന്നപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ്. നമ്മളിവിടെ ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഈ 1/2 കിലോ ശർക്കര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശർക്കരയും കൂടി ചേർത്ത് നമ്മൾ ഈ ചക്ക നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ശർക്കര ചേർത്തപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. നല്ല കട്ടിയാകുന്നതുവരെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. നമ്മളെടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അരിച്ചിട്ട് വേണം, വെള്ളം ഒഴിച്ച് അരിച്ചിട്ട് വേണം ഈ ചക്കയിലേക്ക് ചേർക്കാനുള്ളത്. അതുപോലെ കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര വേണം ഈ ചക്ക വരട്ടാനായിട്ട് എടുക്കേണ്ടത്. ഈ ചക്ക വരട്ടുമ്പോൾ ശർക്കര കുറച്ച് കൂടുതൽ ചേർക്കണം. ചക്ക വരട്ടുന്നത് നല്ല മധുരമുള്ള രീതിയിൽ വേണം ഈ ചക്ക വരട്ടിയെടുക്കാനുള്ളത്. ഈ ചക്കയും നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇതൊന്ന് കട്ടിയാകും. നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയിൽ കിടന്ന് ഈ ചക്ക നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ധാരാളം കുമിളകൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ഇനി ഇത് വരട്ടിയെടുക്കാനുള്ളത്.
നമ്മൾ ചക്ക വരട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം വരട്ടിയെടുക്കാനുള്ളത്. ഇതുപോലെ കുമിളകൾ പൊട്ടി വരുമ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇതുപോലെ ഈ ചക്ക ഇളക്കി കൊടുക്കാനുള്ളത്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർക്കാം. നെയ്യ് കൂടി ചേർത്ത് നമ്മളിത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ചക്ക വരട്ടുമ്പോൾ ഇതുപോലെ നിർത്താതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിങ്ങനെ ഇളക്കി ചക്ക അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഫ്ലെയിം ലോയിലും ഹൈയിലും വെച്ചിട്ട് വേണം ഇങ്ങനെ വരട്ടിയെടുക്കാനുള്ളത്. നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ച് വരട്ടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഗ്യാസിന്റെ ഫ്ലെയിം ലോയിലും ഹൈയിലും വെച്ചിട്ട് മാറി മാറി വെച്ചിട്ട് വേണം ഇതുപോലെ വരട്ടി എടുക്കാനുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ കട്ടിയാകുന്നവരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ചക്ക നല്ലതുപോലെ വരട്ടിയെടുക്കുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. അങ്ങനെ നമ്മുടെ ചക്ക ഏകദേശം കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ ഇതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റി ഏകദേശം കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കട്ടിയാകുന്നത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് വരട്ടി എടുക്കാം. ഇവിടെ വരിക്ക ചക്കയൊക്കെ നല്ലതുപോലെ കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് കട്ടിയാക്കി എടുത്താൽ മാത്രം മതി. നമുക്കിതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നെയ്യും കൂടി ചേർത്ത് നമ്മൾ ചക്ക വരട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചക്ക വരട്ടിയത് കഴിക്കാനായിട്ട്. നമുക്ക് ഈ നെയ്യ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. നമ്മൾ ഇടയ്ക്ക് ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും ഈ ചക്ക വരട്ടിയത് അടിയിൽ പിടിക്കാതെ നമുക്കിത് വരട്ടിയെടുക്കാൻ സാധിക്കും. ചക്ക വരട്ടിയത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിന്റെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വരാൻ തുടങ്ങി. നമ്മുടെ ചക്ക വരട്ടി നല്ലതുപോലെ കട്ടിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചക്ക വരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ ഈ പാത്രത്തിന്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ചക്ക വരട്ടിയെടുക്കാനുള്ളത്. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഈ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വരിക്ക ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഈ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വരിക്ക ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ചക്ക വരട്ടിയെടുക്കാനുള്ളത്. ഇന്ന് നമ്മൾ വരട്ടിയ ചക്ക ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ വേണം നമ്മൾ വരട്ടിയെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വരിക്ക ചക്ക വരട്ടിയത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ ചക്ക വരട്ടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചക്ക വരട്ടിയിട്ടുള്ളത് നല്ലതുപോലെ പഴുത്ത വരിക്ക ചക്ക കൊണ്ടാണ് ചക്ക വരട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് കൂഴച്ചക്ക ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചക്ക വരട്ടി എടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ചക്ക വരട്ടി എടുക്കുമ്പോൾ നമുക്കിത് ഏകദേശം 1 വർഷം വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചക്ക വരട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലയട തയ്യാറാക്കാം, ചക്ക പായസം തയ്യാറാക്കാം. ഈ ഉപയോഗിച്ച് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം തയ്യാറാക്കാം. കൂടാതെ നമുക്കിത്
ദോശയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ചക്ക വരട്ടിയത്. ഇനി നമുക്ക് ഈ ചക്ക വരട്ടിയുടെ ചൂട് നല്ലതുപോലെ ആറുമ്പോൾ ഇത് ഒന്നുകൂടി നല്ലതുപോലെ കട്ടിയായി കിട്ടും. ഇനി നമുക്കിത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വെള്ളം നനവൊന്നും ഒട്ടുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് സൂക്ഷിച്ച് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പഴുത്ത വരിക്കച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ വരിക്കച്ചക്ക വരട്ടി തയ്യാറാക്കി നോക്കുക. താങ്ക് യു.